ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 തുടക്കത്തോടു കൂടി യൂട്യൂബ് ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് ഉപകാരമുള്ളതും ഉപദ്രവവും പേടിപ്പിക്കുന്നതുമായിട്ടുള്ള പല അപ്ഡേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യൂട്യൂബ് ഇപ്പൊ കൊണ്ടുവന്ന 4 അപ്ഡേഷൻസ് ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് വളരെ ഉപകാരമുള്ളതാണ്. അപ്പൊ അതെന്താണെന്ന് പറയാം. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നതോടുകൂടി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യം നമുക്ക് ബാക്കി 3 അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്റെ പേര് ശ്രീനിത്യ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബില് പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എന്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. ഒന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് കമന്റ് സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നതോടുകൂടി വ്യൂവേഴ്സുമായിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കമന്റ്സ് വരാറുണ്ട്. അതിന് 1 by 1 ആയിട്ട് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മുടെ വ്യൂവേഴ്സ് നമ്മളോട് പരാതി പറയാറുണ്ട്. എന്റെ കമന്റ്സിന് മാത്രം റിപ്ലൈ തന്നില്ല, മറ്റുള്ളവരുടെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ കമന്റ് മോഡറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്യൂച്ചർ നമുക്ക് ലഭിക്കുന്നതോടുകൂടി ഈ ഒരു പ്രോബ്ലം സോൾവ് ആകും. അതായത് ഈ ഒരു ഫ്യൂച്ചർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കമന്റ്സ് സെലക്ട് ചെയ്ത് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ലഭിച്ച ചാനൽസിന് ഉപകാരപ്പെടുന്ന അപ്ഡേഷൻ ആണ്. അപ്പോൾ നേരത്തെ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിച്ച ചാനൽസിനൊക്കെ അറിയാമായിരിക്കും ബ്രാൻഡ് കണക്ട് എന്നൊരു ഫ്യൂച്ചർ കൂടെ നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് നമുക്ക് ഇതുവരെയും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെയല്ല, നമുക്ക് അതുകൊണ്ട് വളരെ ഉപകാരപ്പെടും. അത് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഒരു ബ്രാൻഡിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഗ്രനേറോ എന്ന ഈ ബ്രാൻഡ് എൻ്റെ ബ്രാൻഡ് കണക്റ്റിൽ ഉണ്ട് എങ്കിൽ എനിക്ക് ടാഗ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ടാഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ് ഈ ഒരു ബ്രാൻഡിന് അറിയാനായിട്ട് കഴിയും. അപ്പൊ അതിലൂടെ മറ്റു വലിയ ബ്രാൻഡുകൾക്ക് നമ്മുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മളെ അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇനി നാലാമത്തെ അപ്ഡേഷൻ ആണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻ. അതിനു മുമ്പായിട്ട് മൂന്നാമത്തെ ഒരു ചെറിയ അപ്ഡേഷനും കൂടെ നമുക്ക് നോക്കാം. ഈ മൂന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഷോർട്സ് ക്രിയേറ്റേഴ്സിനുള്ളതാണ്. അപ്പോൾ അതായത് ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ, അതായത് ഈ ഒരു ഫ്യൂച്ചറിനെ എഫക്റ്റ് മേക്കിംഗ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതായത് AI വഴി കുറച്ച് എഫക്റ്റ് ഈ ഒരു ഡെസ്ക്ടോപ്പും മറ്റും യൂസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന്, ഷോർട്സ് ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഈ AI വഴി പുതിയ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഷോർട്സിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അവർ കൂടുതൽ എഫക്റ്റും മറ്റും അവരുടെ ഷോർട്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുവഴി കൂടുതൽ എൻഗേജ്മെന്റ് ലഭിക്കാനായിട്ട് സാധിക്കും. ഇനി നാലാമതും നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച അപ്ഡേഷനെ പറ്റി പറയാം. ഇത് സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻ ആണ്. അപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഓൾറെഡി അറിയാമായിരിക്കും. ഇതിപ്പോൾ വീഡിയോസിലും കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അതായത് ലൈവ് സ്ട്രീം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈവ് സ്ട്രീമിൽ സബ്സ്ക്രൈബേഴ്സ് വൺലി എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അതായത് നിങ്ങളുടെ ലൈവ് സ്ട്രീമിൽ ഒരാൾക്ക്, ഒരു വ്യൂവറിന് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് കമന്റ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ വീഡിയോസിലും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതായത് എൻ്റെ ലോങ് വീഡിയോസിൽ, അതായത് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന ലോങ് വീഡിയോസിൽ ഞാൻ ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് എങ്കിൽ എൻ്റെ ഒരു വ്യൂവറിന് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്നോട് കമന്റ് ബോക്സിലൂടെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ കമന്റിലൂടെ ചോദിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് കമന്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ ലഭിച്ചതിന് ശേഷം നിങ്ങളും നിങ്ങളുടെ വീഡിയോസിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്ന പുതിയ 4 അപ്ഡേഷൻസ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.